യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 50-ാം വാക്യം. ജോൺ ചാപ്റ്റർ 4:15. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകുകയും അതിന്റെ മുകളിലത്തെ 49 ചേർത്ത് വായിച്ചേ. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു. ഇന്ന് നീ ഇവിടെ വന്നത് വിശ്വസിച്ചുകൊണ്ട് പോകാനാ. എന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിക്കും? കരഞ്ഞുകൊണ്ട് ജീവിക്കുമെന്നല്ല, തല കുനിച്ച് ജീവിക്കുമെന്നല്ല, ലജ്ജിച്ച് ജീവിക്കുമെന്നല്ല, വിശ്വസിച്ചോണ്ട്. ഓ ഹല്ലേലൂയ! ആരുടെയൊക്കെ ഉള്ളിൽ ദൈവാത്മാവ് പറയുകയാ, ഇത് വിശ്വസിക്കേണ്ട കാലമാണ്, ഇത് വിശ്വസിക്കേണ്ട ദിവസങ്ങളാണ്. ഓ ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. അവൻ ആ വാക്ക് യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒറ്റ വാക്കേ ഉള്ള. ആരുടെ വാക്കാ? ഇന്ന് പോകുമ്പോ യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു പോകണം. ഒരാമയും പറഞ്ഞാട്ട്. ഓരോ യോഗത്തിൻ്റെ നടുവിലും ചെല്ലു പറയത്തില്ലയോ, ഇന്ന് എന്നോട് തന്നെയാണ് സംസാരിച്ചേ, ആ വാക്ക് വിശ്വസിച്ചോണം. ഇന്ന് TV തുറന്നപ്പോൾ എന്നോട് തന്നെയാണ്. ഹല്ലേലൂയ! കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ എൻ്റെ അടുക്കൽ വന്നു. ബ്രദറെ, ആ പാസ്റ്ററെ, ഞാൻ രാമി യൂട്യൂബ് ചാനൽ തുറന്നപ്പം പാസ്റ്റർ പ്രസംഗിക്കുക, എൻ്റെ മോടെ പേരാ വിളിച്ച്. അത് നിന്നോട് തന്നെയാ. മിണ്ടുന്നില്ല. ആരോടോ ദൈവം പറയുക, പ്രാർത്ഥിക്കുന്ന നിന്നോട് പറയുക, ആ വാക്ക് വിശ്വസിച്ചോ. സാഹചര്യങ്ങൾക്കെതിരെ ആ വാക്ക് ആരത് നിങ്ങൾക്ക് മനസ്സിലാകാനൊരു ദൂതൂടെ ഞാൻ പറയാം. മനസ്സിലാകാനൊരു ദൂത് പറയാം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പം, സ്തോത്രം, ആരുടെ അകത്ത് വിശ്വാസം ഉദിച്ചിട്ടുണ്ടോ, വിശ്വാസം ഉദിച്ചവൻ്റെ മുമ്പിൽ സാഹചര്യം മുട്ടുകുത്തിയിട്ടുണ്ട്. ഇയ്യോബിന് വന്ന അത്രയും കഷ്ടത വേറെ ആർക്ക് വന്നിട്ടുണ്ട്? നമുക്കൊക്കെ അതിൻ്റെ പരിസരത്തൂടെ പോയിട്ടില്ല. സ്വതം ശ്രദ്ധിക്കണം. മക്കൾ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു. ഇപ്പം ഭാര്യ അപ്പുറത്തെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. കാര്യം ഇയ്യോബിന് ഈ നാറ്റമാണ്, ഭയങ്കര ചൊറിയുടെ നാറ്റമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോഴും ഭക്തൻ പറയുക, ഞാൻ പറയുന്നത് ഒരു പാറപ്പുറത്ത് എഴുതി വെക്കാവോ? എന്നാ നിനക്ക് പറയാനുള്ളത്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. കണ്ടോ, സാഹചര്യം മുഴുവൻ തകർക്കാൻ നോക്കിയിട്ടും വിശ്വാസം തകർന്നില്ല. ഞാൻ നിന്നോട് പറയാം, നിന്റെ മുഴുവൻ സമ്പത്ത് നഷ്ടപ്പെട്ടാലും പേടിക്കരുത്, വിശ്വാസം തകരരുത്. നീ പറയുന്ന പോലെ സംഭവിക്കാൻ പോവുക, നീ പ്രവചിക്കുന്ന പോലെ. ഇവിടെ ഇരിക്കുന്നവരുടെ അകത്ത് ആ വിശ്വാസം ഉദിക്കട്ടെ. എല്ലാം ശരിയാകും, എല്ലാം നന്നാകാൻ പോവുക. നിന്റെ അകത്ത് വിശ്വാസത്തിന്റെ ചിറകടി ശബ്ദം. ഓ ഹല്ലേലൂയ! അവിശ്വാസം പറഞ്ഞു നടക്കുന്ന മാർത്തമാരുടെ നടുവിൽ വിശ്വാസം പറഞ്ഞു നടക്കുന്ന സ്ത്രീയെ പോലാകുക. അവൻ ആ വാക്ക് വിശ്വസിച്ച് വീട്ടിൽ പോയി. വായിച്ചേ. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റു. മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയപ്പോൾ ദാസന്മാർ തിരിച്ചു വരുന്നു, നിങ്ങളുടെ മോഹൻ ജീവിച്ചിരിക്കുന്നു. വീട്ടിൽ നിന്ന് വരുമ്പോൾ മരണത്തിന് മിനിറ്റുകളേ ഉള്ളൂ, തിരിച്ചു വന്നപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഇടയ്ക്ക് നടന്ന ഒറ്റ കാര്യമുള്ളൂ, യേശുവിൻ്റെ വാക്ക് വിശ്വസിച്ചു. നിന്റെ തടസ്സത്തിന്റെ നടുവിൽ ഒറ്റ വാക്ക് വിശ്വസിക്കാമോ ദൈവത്തിൻ്റെ? നിന്റെ വഴി ഓപ്പൺ ആകാൻ പോവുക. കരഞ്ഞുകൊണ്ട് ജീവിക്കാനല്ല, വിശ്വാസം പറഞ്ഞുകൊണ്ട് ജീവിക്കുക. എത്ര പേര് അതിന് ആമീൻ പറയും? പൗലോസ് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. വിശ്വാസത്തിന് പല തലങ്ങളുണ്ട്. കർത്താവ് ചോദിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കാൻ. ഇവിടെ ഇരിക്കുന്ന ഞാനൊരാടെ ഒരു എക്സാമ്പിൾ പറയാം. സാമിന് ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു. എന്തുവാ? 10 ലക്ഷം രൂപയുടെ ആവശ്യം. ചിലപ്പോൾ വരത്തില്ലയോ? വരും. 10 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു. സ്തോത്രം. ഉടനെ സാമ് 50,000 രൂപ തരാൻ നിവർത്തിയില്ലാത്തവൻ്റെ പേര് മനസ്സിൽ വരുമോ? ഇല്ല. 10 ലക്ഷം രൂപ തരാൻ കഴിവുള്ളൊരു 10 പേരുടെ പേര് പെട്ടെന്ന് മനസ്സിൽ വന്നു. എന്നിട്ട് പെട്ടെന്ന് മനസ്സിൽ വന്നിട്ട്, സ്തോത്രം, അതിലൊരാളോട് ചെന്ന് ചോദിക്കുക, അച്ഛാ, എനിക്കൊരു 10 ലക്ഷം രൂപ തരാമോ? ആളിൻ്റെ നിലയറിഞ്ഞ ഇതേ അർത്ഥമാണ് കർത്താവ് പറഞ്ഞത്. ഇത് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? നീ എന്തിനാ ഭാരപ്പെടുന്നേ? നീ എന്തിനാ വേദനിക്കുന്നേ? ഇത് ചെയ്തു തരാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന്. ഇനി എന്താ കർത്താവ് ചോദിക്കുക? ഈ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളെ അലട്ടുന്ന ആ പ്രശ്നം അത് കറക്റ്റായിട്ട് ചെയ്തു തരാൻ കർത്താവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? നിങ്ങൾ നോക്കിയേ, 10,000 കണക്കിന് പ്രാർത്ഥനാ വിഷയം ഇവിടെ വേണം. ഇനി ഇവിടെ എഴുതാത്ത എന്തുമാത്രം വിഷയം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്.
പക്ഷെ ദൈവം ഉറപ്പ് തരിക, ഒന്നും പേടിക്കണ്ട, അത് ചെയ്യാൻ ദൈവം. നിങ്ങൾ ശ്രദ്ധിക്കണം, ആരുടെയും ലൈഫിൽ നടക്കാത്തൊരു അത്ഭുതം നിന്റെ ലൈഫിൽ നടക്കുക.